യൂനസ് എന്ന ഒരാളുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ് ഇത്. ഇതിൻ്റെ അടുക്കള ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലൊരു ബ്ലൂ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജീവന്റെ ഒരു തുടിപ്പ് അവിടെയുണ്ട് എന്നുള്ള പ്രതീക്ഷ 99% ശരിവെക്കുന്നതാണ്. അത് മനുഷ്യനാണോ മറ്റേതെങ്കിലും ജീവിയാണോ എന്നുള്ള കാര്യത്തിൽ അത് ഈ റഡാറിന് തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷേ വലിയൊരു പ്രതീക്ഷ ഈ കലിങ്കിനടിയിലേക്ക് ആർമി ഉദ്യോഗസ്ഥർ കടക്കാനുള്ള ഒരു സംവിധാനമാണ് അവിടെ. NDR നോക്കൂ, ഡിവൈഎഫ്ഐയുടെ കരുത്തരായ യുവാക്കളാണ് അതിനകത്ത് കയറി ഈ കല്ലും മണ്ണും നീക്കം ചെയ്യുന്ന പ്രക്രിയയിൽ ഈ NDRF സംഘത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കൂ ആ ദൃശ്യങ്ങൾ. ഈ ഡിവൈഎഫ്ഐയുടെ ആ യുവ കരുത്തിൻ്റെ അവരുടെ ത്യാഗസന്നദ്ധതയുടെ ഒരു പ്രതീകമായി നമുക്കതിനെ കാണാം. ആ കലിങ്കിനകത്ത് അവരുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് NDRF സംഘമുണ്ട്, ആർമിയുണ്ട്. ഇവരോടൊപ്പം തോൾ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് നമ്മുടെ സഖാക്കൾ. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അപ്പോൾ വലിയൊരു പ്രതീക്ഷ നമ്മുടെ മുന്നിൽ വെക്കുകയാണ് ഈ യൂനുസിന്റെ വീടിരിക്കുന്ന സ്ഥലവും അതുപോലെ ഈ കലുങ്കും. സുജു, തീർച്ചയായിട്ടും നിരിമ, ഇപ്പോൾ യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകരൊക്കെ സൈനിക ഉദ്യോഗസ്ഥൻ തന്നെയാണ്. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. സൈനിക ഉദ്യോഗസ്ഥൻ തന്നെ JCBയുടെ അവിടെ നിന്നുകൊണ്ട് അടിയിലോട്ട് പരിശോധന നടത്തുന്നത്. ആ സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുത്ത യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകർ നൽകുന്ന വിവരങ്ങൾ കൂടി ലഭ്യമായ ശേഷം അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സന്നദ്ധ പ്രവർത്തകരുടെ നൽകുന്ന ആശയവിനിമയത്തിനുള്ള അടിസ്ഥാനത്തിൽ തന്നെയാണ് സൈനിക ഉദ്യോഗസ്ഥൻ അവിടെ നിന്ന് നിർദ്ദേശം നൽകുന്നത്. നിരിമ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്ന സന്നദ്ധ പ്രവർത്തകർ ഒരു ജീവന്റെ തുടിപ്പ് ലഭിക്കുന്നെന്ന് അറിയുമ്പോൾ തങ്ങളുടെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ടാണ് ആ കലിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിശോധന നടത്തുന്ന ഇതൊരു കേരളത്തിൻ്റെ കാഴ്ചയാണ്. നമ്മൾ നേരത്തെ പലവട്ടം ഇക്കാര്യം കേരളം ഒരു ദുരിതമുഖത്ത് ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങൾ പത്രങ്ങൾ ഒരേ തലക്കെട്ടിലൂടെ എഴുതിയ കേരളത്തിൻ്റെ ഉള്ളാണ് പൊട്ടിയിരിക്കുന്നത്. അതിനടിസ്ഥാനത്തിൽ ഇവർ പരിശോധനയ്ക്കായി സന്നദ്ധ പ്രവർത്തനത്തിനായി ഈ ദുരിതമുഖം ഉണ്ടായപ്പോൾ മുതൽ തന്നെ സന്നദ്ധ പ്രവർത്തകർ എത്തിയിരുന്നു. അവർ ഇപ്പോൾ ഒരാളല്ല അതിനകത്ത് എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. അകത്ത് കൂടുതൽ ആളുകളുണ്ട്. കൂടുതൽ ആളുകൾ ഇറങ്ങിയാണ് ഈ കലിങ്ങിൻ്റെ അടിയിൽ പരിശോധന നടത്തുന്നത്. സൈനിക ഉദ്യോഗസ്ഥർ പരിശോധന ഈ സ്ഥലത്തുനിന്ന് പിൻവാങ്ങിയിട്ടില്ല. അവരും ഒപ്പമുണ്ട്. അവരും കൃത്യമായ നിർദ്ദേശങ്ങൾ ഈ ആളുകൾക്ക് നൽകുന്നുണ്ട്. ആ പരിശോധന എന്തായാലും ഈ സ്ഥലത്തു നിന്ന് ഈ സന്നദ്ധ പ്രവർത്തകരുടെ നിന്ന് ആയുധങ്ങൾ അവർ തിരികെ മേടിക്കുന്നു. ഒരു വിശദമായ പരിശോധനയ്ക്കാണോ ഇനി നേതൃത്വം നൽകുന്നത്? ഉള്ളിൽ നിന്ന് നമുക്കറിയാം വളരെ ബുദ്ധിമുട്ടി തന്നെ ഒരു സന്നദ്ധ പ്രവർത്തകൻ JCBയുടെ അടുത്തേക്ക് അതിൻ്റെ അടുക്കുന്ന ഒരു ദൃശ്യം കാണാൻ സാധിക്കും. ഇത്രയും ഒരു ശ്രമകരമായ ദൗത്യത്തിൽ അഭിമാനപൂർവ്വം മലയാളികൾക്ക് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ സാധിക്കും. ഇത്തരം ദൗത്യങ്ങളിൽ സന്നദ്ധ പ്രവർത്തകർ ഇതിനകത്തൊക്കെ സന്നദ്ധ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ ഒരു ഘട്ടത്തിൽ വന്ന ഇത്തരം ഒരു ദുരിതമുഖത്തിലേക്ക് എടുത്തു ചാടുന്നവരല്ല. ഇവർക്കൊക്കെ തന്നെ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്, അതിനു മുമ്പ് മറ്റ് സന്നദ്ധ പ്രവർത്തകരുണ്ട്. ഞാൻ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡിലാണ്. പത്തനംതിട്ട ഉൾപ്പെടെ നമ്മൾ വാർത്ത നൽകിയിട്ടുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ എങ്ങനെ ഇടപെടണം അതിനുള്ള പരിശീലനം, അതായത് സിവിലിയൻസിനും സാധാരണക്കാർക്കും യുവജനങ്ങൾക്കും നമ്മുടെ നാട് പരിശീലനം നൽകുന്നുണ്ട്. ആ പരിശീലനം സിദ്ധിച്ച ശേഷമാണ് അവർ ഇത്ര ദുരിതമുഖത്ത് സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് രക്ഷാ ദൗത്യത്തിൽ അവർ ഏർപ്പെടുന്നത്. ഇപ്പോൾ സൈന്യം എന്താണ് ഇനിയും വ്യക്തമാക്കുന്ന കാര്യം അറിയില്ല. എന്തായാലും ഈ സന്നദ്ധ പ്രവർത്തകരെയും ആ സ്ഥലത്തു നിന്ന് നീക്കുന്നുണ്ട്. റഡാർ പരിശോധന ആദ്യം നടത്തിയ ശേഷമാണ് ആ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് സംസാരിച്ച വിവരങ്ങളാണ് നമുക്ക് ആദ്യം ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ രണ്ടാമത് റഡാർ പരിശോധന നടത്താൻ വേണ്ടി ആളുകളെ മാറ്റിയിരുന്നു. അതിനുശേഷം ആളുകളെ മാറ്റിയൊന്നറിയില്ല. എന്തായാലും ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ രക്ഷാദൗത്യത്തോടൊപ്പം സൈന്യം മറുഭാഗത്ത്, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നതിന് എതിർവശത്ത്, അതായത് ആദ്യം പരിശോധന നടത്തിയ ഒരു കെട്ടിടം നമ്മൾ കാട്ടിയിരുന്നു. ആ കെട്ടിടം നമ്മൾ കണ്ടിരുന്നു. അതും ഇങ്ങോട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടതുവശത്ത് നിൽക്കുന്ന ആളുകളെ പൂർണ്ണമായി മാറ്റുന്നു. ഒരു പക്ഷേ ഈ സ്ഥലത്ത് ഈ സ്ഥലത്ത് ആളുകൾ പരിശോധന നടത്തുന്നുണ്ട്. ഒരു കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.